ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്കാ, തന്റെ വഴിക്കല്ല. ഇതാണോ തന്റെ കുളി? തോർത്തണ്ടേ? സോപ്പ് തേക്കണ്ടേ? ഓ, തോർത്തിയാലേ കുളിയുടെ സുഖം പോവും. കാറ്റടിച്ചങ്ങനെ ഉണങ്ങണം. നല്ല സുഖം. പനി പിടിക്കാതെ നോക്കിക്കോ. ഞങ്ങളുടെ വീട്ടിലെ ചൂടുവെള്ളത്തിലാ കുളി. ഞാനിന്ന് സിറ്റിയിൽ പോവാണ്. എന്തിന്? ഒറ്റയ്ക്കോ? ഏയ്, ഒറ്റയ്ക്കല്ല, അയ്യനേത്തച്ഛന്റെ കൂടെ. ഇവിടുന്ന് 1 മണിക്കൂറാവൂല്ലേ ജീപ്പില്? ഞങ്ങൾ ഇന്നാളെ ഒരു ദിവസം പോയപ്പോ 3/4 മണിക്കൂർ കൊണ്ടെത്തി. അത് കാറിലായിരുന്നു, പുത്തൻ മരുതി കാർ. ഈ തല്ലിപ്പൊളി ജീപ്പ് 1 മണിക്കൂർ എടുക്കും. തല്ലിപ്പൊളിയൊന്നല്ല, നല്ല പുത്തൻ ജീപ്പാ അച്ഛൻ്റെത്. നീ എന്നെ നല്ല വണ്ടിയിൽ എങ്ങാനും കയറിയിട്ടുണ്ടോ? സിറ്റിയിൽ ആദ്യം പോവായിരിക്കും. കഴിഞ്ഞ മാസം ഞാൻ ബൈക്കിന്റെ പിന്നിലിരുന്നു പോയി. ആദ്യം പോകുന്നോണ്ട് നിനക്ക് വലിയ ഉത്സാഹമായിരിക്കും. എനിക്കൊന്നും ഇപ്പൊ ഒരു രസമില്ല. പോയാ? തന്റെ പുളു കേൾക്കാനേ എനിക്ക് സമയമില്ല. എന്താടാ അത്? എടാ, നിന്നെ മണ്ടൻ വിൽസൺ എന്ന ഇടവകയിലുള്ള എല്ലാവരും വിളിച്ചപ്പോഴും എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. എന്നാ പറ്റി ഇപ്പോ? പ്രത്യേകിച്ചൊന്നുമില്ല. എടാ മണ്ടച്ചാരെ, നനഞ്ഞ തുണി വെച്ച് പിന്നെയും പിന്നെയും തുടച്ച കണ്ണാടി വൃത്തിയാവോടാ? പിന്നെ എന്നാ ചെയ്യാനാ? ഇതാ ഇങ്ങനെ ഈർപ്പം മാറിയ തുണി വെച്ച് വേണം തുടയ്ക്കാൻ. മനസ്സിലായോടാ വാനര? വാനരനാണെന്ന് മനസ്സിലായി ഇല്ലേ? ഇതൊരു വല്ലാത്ത സൂക്കേട് തന്നെയാണേ. എല്ലാവരെയും പോലെ തലയും മേലും തോർത്തിക്കൂടെ നിനക്ക്? അമ്മേ, എന്ത് സുഖാണെന്നോ കാറ്റടിച്ചുണങ്ങാൻ. അമ്മയെ ഇനി അങ്ങനെ ചെയ്തു നോക്കണം. ഇതുവരെ നിനക്കേ ഉണ്ടായിരുന്നുള്ളൂ ഈ വീട്ടില് പിരിയിളക്കം. ഇനി നിന്റെ വാക്ക് കേട്ടിട്ട് വേണം എനിക്കും കൂടി നൊസ്സളകാൻ. മോനെ ബാലു, നിനക്ക് വേണ്ടി പാന്റ് എടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. തേച്ച മുണ്ടും കാണണം അവിടെ. മുണ്ട് മതി അമ്മേ. ഗണേശൻ തന്ന പാന്റ് നീ ഇടില്ലെന്ന് നിർബന്ധാണല്ലേ? അച്ഛൻ തയ്യാറായോ? ഞാൻ വൈകിയോ? കാത്തിരുന്ന് അച്ഛൻ അകത്ത് കയറിപ്പോയി. ഇനിയിപ്പോ യാത്രയുണ്ടോന്ന് കണ്ടറിയണം. അതിന് ഞാനത്ര വൈകിയില്ലല്ലോ. മണി 3 ആയിട്ടില്ല. നിങ്ങളുടെ നാട്ടിലെ 3 മണി ഇവിടുത്തെ 4 മണി ആയിരിക്കും. ഏതായാലും അച്ഛൻ വന്നിട്ട് പോകാം. താൻ കാത്തിരിക്കൊന്നും വേണ്ട. അച്ഛൻ യാത്ര വേണ്ടെന്ന് വെച്ച് കയറി കിടന്ന് ഉറക്കായി. ഉറങ്ങിയാ ഉണരുമല്ലോ. സിറ്റി പോകാൻ ഒരുങ്ങി വന്നതല്ലേ, തിരിച്ചു പോവാൻ മടി കാണും. ഇരിക്കിരിക്കെ, ഇപ്പൊ കിട്ടും അമ്പഴങ്ങ. തന്നോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ എനിക്ക് നേരമില്ല. ഓരോരുത്തന്മാര് വന്ന് കേറിക്കോ. ഇതൊന്നും കേട്ട് ഞാൻ മടങ്ങിപ്പോവാൻ പോണില്ല. ആ പണി അങ്ങ് മനസ്സിലിരിക്കട്ടെ. ബാലു, നീ വന്നിട്ട് കുറച്ചു നേരമായോ? കുളിക്കാൻ കയറിയപ്പോ പൈപ്പിൽ വെള്ളമില്ല. പിന്നെ ആ വിൽസനെ വിളിച്ച് കിണറ്റിന്ന് കുറെ വെള്ളം കോരേണ്ടി വന്നു. എവിടെ നമ്മുടെ MP വിൽസൺ? MP എന്ന് വെച്ചാൽ? MP എന്ന് പറഞ്ഞ അറിഞ്ഞൂടെ? MB, മന്ദബുദ്ധി. ഞങ്ങൾ വരുമ്പോ വൈകും. മുറിയുടെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. നീ ആഹാരം കഴിച്ച് കിടന്നു.
ഇതാ ഇത് നോക്കി ഇതേപോലെ ശ്രദ്ധിച്ചു വരയ്ക്കണം. ഉം? ഉം? ഉം. ഹും. കുടം കാക്ക ഇതേപോലെ അങ്ങ് വരച്ചാ മാത്രം മതി. മനസ്സിലായല്ലോ? കഴിഞ്ഞു സാർ. എന്തുവാടാ ഇത്? ഓട്ടപ്പന്തയമോ? ആദ്യം ഓടിയെത്തുന്നവന് സമ്മാനമൊന്നുമില്ല. ഇങ്ങ് കൊണ്ടുവാ. നിന്നെയൊക്കെ പടം വരയ്ക്കാൻ പഠിപ്പിച്ച സമയത്തിന് 4 മാഞ്ചിയൻ തൈ വച്ചിരുന്നെങ്കിൽ എന്റെ പൊന്നു ഗോപിക്കുട്ടൻ പോയി എരി നന്നായി വരും. ഈയേ. ഉം. ഉം. തന്നോട് ഇതൊക്കെ വരയ്ക്കാൻ ആര് പറഞ്ഞു? കാക്കയുടെ ചിറക് ഇങ്ങനെ വിടർത്തിയിട്ടില്ലല്ലോ എന്റെ ചിത്രത്തിൽ. അതെന്റെ കാക്ക ഇപ്പൊ പറഞ്ഞു വന്നിരുന്നതേ ഉള്ളൂ സാർ. കുടം ചരിയാൻ കാരണമോ? അത് ചരിഞ്ഞിരിക്കുന്നതിനാ കൂടുതൽ ഭംഗി. താൻ ആരാ? വിക്കാസോവോ അതോ നാടൻ വിക്കാസോ? എടോ പറയുന്നടങ്ങ് വരച്ചാ മതി കേട്ടോ. അധികം ഭാവനയൊന്നും വിളമ്പണ്ട. ആ വേലായുധ സാർ ഇങ്ങനെ നല്ല പടം കണ്ടാ തിരിച്ചറിയില്ല. സാറ് ബോർഡിൽ വരച്ചിരുന്ന പടങ്ങൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. ശ്യാമയ്ക്കോ? ഞാനതൊന്നും ആലോചിക്കില്ല, കണ്ടതുപോലെ അങ്ങ് വരച്ചു വെക്കും. സാറിന് അതാ ഇഷ്ടം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതിന് പറ്റുന്നില്ല. ഏയ് ബാലു അങ്ങനെ വരയ്ക്കണ്ട. കഴിവ് കുറഞ്ഞവർക്ക് അതേപോലെ നോക്കി വരയ്ക്കാൻ പറ്റൂ, എന്നെ പോലുള്ളവർക്ക്. ദേ ഇതെന്താണെന്നോ ഇന്നലെ സിറ്റിയിൽ കണ്ടത്. ശ്യാമയ്ക്ക് ഇഷ്ടായോ? എനിക്ക് ഇങ്ങനെയൊന്നും വരയ്ക്കാനേ പറ്റില്ല. ആ വേലായുധൻ സാറിന് ഈ പടങ്ങൾ കാണിച്ചു കൊടുക്കണം. ഏയ് അതൊന്നും വേണ്ട. ഇനി സിറ്റിയിൽ പോകുമ്പോ നിന്നെ കൂടെ കൊണ്ടുപോണ്ട് കേട്ടോ. കേട്ടോ സുന്ദരി? എന്നിട്ട് നിന്നെ കൂടെ ചേർത്ത് കുറെ പാടങ്ങൾ വരയ്ക്കണം. ഏതായാലും അച്ഛൻ തന്ന പെൻസിൽ കൊള്ളാം. ചിരട്ടക്കരി കൊണ്ട് വരച്ചു വരച്ചു മടുത്തു. യുവജനോത്സവത്തിന് ഈ പുതിയ പെൻസിൽ കൊണ്ടൊന്ന് കലക്കണം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. ഷാജഹാൻ ചക്രവർത്തിയാണ് ലോകപ്രസിദ്ധമായ താജ്മഹൽ കെട്ടിയത്. എവിടെയാണ് ഈ താജ്മഹൽ? ഇന്ത്യയിൽ. അതറിയാം. ഇന്ത്യയിൽ എവിടെ? മറ്റാർക്കെങ്കിലും അറിയോ? ഡൽഹിയിൽ. അല്ല, അടുത്തെത്തി. ഡൽഹിയിൽ നിന്ന് അല്പ ദൂരെയായ ഒരു സ്ഥലത്താണ്. ആഗ്രയിൽ. ആ, വളരെ ശരി. സുന്ദരിയായ ഭാര്യ മുംതാസ് മരിച്ചു പോയപ്പോൾ ഷാജഹാൻ പണിത സ്മാരകമാണ് താജ്മഹൽ. യമുന നദിയുടെ തീരത്ത് മാർബിൾ കൊണ്ട് പണിത ഒരു മനോഹരമായ സൗധം. ബാലു എന്ത് ചെയ്യണം അവിടെ? നോട്ട് എഴുതാണ് ടീച്ചർ. ഇങ്ങ് തരൂ, ആ നോട്ട്ബുക്ക് ഇങ്ങതാ. ഒരാളുടെ നോട്ട് കണ്ടോ? പോയി ഹെഡ് മാസ്റ്റർ കാണിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. എന്താ നീ ആ 7B അല്ലേ? ഇപ്പൊ ഇവിടെ എത്താൻ മാത്രം എന്തു വീരസാഹസിക കൃത്യമാ താൻ നടത്തിയത്? കനക ടീച്ചർ പറഞ്ഞു സാറിനെ ഇതുകൊണ്ട് കാണിക്കാൻ. എന്താടോ ഇതെല്ലാം? ഓഹോ, ക്ലാസ്സിലിരുന്ന് എഴുതിയെടുത്ത നോട്ടായിരിക്കും. അത് ശരി. ഇതിനുള്ള സമ്മാനം വാങ്ങാൻ കനക ടീച്ചർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ അല്ലേ? ചിത്രകാരനുള്ള പാരിതോഷികം ഉടനെ തന്നെ തരാം. എന്താ സാറേ, രാജാ രവിവർമ്മയ്ക്ക് സമ്മാനം കൊടുക്കാൻ തുടങ്ങുകയാണ്? സാറൊന്ന് നോക്കിക്കേ, അവന്റെ നോട്ട് ബുക്കാ. കനക ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ ചിത്രകാരൻ എഴുതി വെച്ച നോട്ടാ. ഇതിന് പാരിതോഷികം വേണ്ടേ? വേണം വേണം. വരട്ടെ വരട്ടെ, അവനെ തല്ലാൻ വരട്ടെ. അവന് പറയാനുള്ളത് ഇവിടെ കേട്ടിട്ട് തല്ലണം സാർ. നോക്കണം സാറേ. ബാലു, ഈ ചിത്രങ്ങളൊക്കെ എന്താ? പേടിക്കണ്ട കേട്ടോ, പറ.
തന്റെ പടങ്ങളൊക്കെ കേമം തന്നെ. പക്ഷേ അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞ പറയടോ. ടീച്ചർ പറഞ്ഞ കാര്യങ്ങളാ ഇതൊക്കെ. ഞങ്ങള് വിവരമില്ലാത്തവർ, നീ ഒന്ന് തെളിച്ചു പറ. ഇത് മുംതാസ്, ഇത് ഷാജഹാൻ ചക്രവർത്തി, ഇത് ജോലിക്കാര് പണിയെടുക്കുന്നത്. ഈ പാഠമാണോ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? അതെ സാർ. ആ സാറേ, അവൻ നോട്ട് എഴുതിയതാ, ചിത്രഭാഷയിലാണെന്നേ ഉള്ളൂ. അവൻ ഇനി മലയാളത്തിൽ എഴുതിക്കോളൂ. അല്ലേ ബാലു?